അവര് പറഞ്ഞൊക്കെ നീ കേട്ടതല്ലേ? ഞാൻ കേട്ടു. നിനക്കെന്താ ഒന്നും പറയാനില്ലേ? ഞാൻ എന്ത് പറയാനാ, അല്ല അവരിഷ്ടം. ഓഹോ, നീ അങ്ങ് തീരുമാനിച്ച് അല്ലേ? അതെ, തീരുമാനിച്ചു. തനിക്കെന്താ? അവര് ആരുമായിട്ടാ നിന്റെ കല്യാണം എന്താ പോന്നെ നിനക്കറിയോ? എനിക്കറിയേണ്ട കാര്യമില്ല. നിനക്ക് അറിയണ്ടാത്തത് ആരറിയോ? എനിക്കറിയാം. എന്തായാലും എന്നെ നല്ലതിന് വേണ്ടി ഒന്നും ചെയ്തിട്ട് എനിക്ക് നല്ല ബോധ്യമുണ്ട്. നീ അവരെ കൊണ്ടുവരുന്ന ആരായാലും എനിക്കൊരു കുഴപ്പമില്ല. നീ എന്താണ് ഇങ്ങനെ പോയത്? എന്റെ അടുത്ത് ചാടിക്കാൻ നിലം വിളിക്കാണല്ലോ, അതേപോലെ അവരുടെ അടുത്ത് അതിന്റെ ഒരു അംശം എന്ത് നീ കാണിച്ചായിരുന്നെങ്കിൽ. അവര് ഇപ്പൊ നിന്റെ കല്യാണം നീ നിന്റെ സമ്മതം ചോദിക്കാതെ ഇങ്ങനെ ഉറപ്പിക്കത്തില്ലായിരുന്നു. അതെ, ഞാൻ സമ്മതിച്ചു. അതിനിപ്പം തനിക്കെന്താ കുഴപ്പം? എനിക്കില്ലാത്ത പ്രശ്നം എന്തിനാ തനിക്ക്? എൻ്റെ പപ്പ മരിച്ചതിന് ശേഷം പിന്നെ ഞാൻ നോക്കിയിട്ടുള്ളത് അവരെ. ഓഹോ, അപ്പൊ അതിലെ ആൾക്കാരാണോ? നിന്നെ നന്നായിട്ടാണോ അത് നോക്കിയിരിക്കുന്നത്? നീ അത് പറ. നന്നായിട്ടാണോ അല്ലെങ്കിലോ അതൊന്നും അതൊന്നുമുള്ള സമയമാണ്. എന്തായാലും അവരാണെങ്കിൽ നാളെ വളർത്തി വലുതാക്കിയത്. അതിന് നന്ദി അതെടുത്ത് കാണിക്കാം. നന്ദി കാണിച്ചോ, കാണിക്കണ്ടെന്ന് ആരും പറയുന്നില്ല. പക്ഷെ അത് നിന്റെ ലൈഫ് കളഞ്ഞിട്ടാവരുത്. അതിലൊന്നും എനിക്ക് പ്രോബ്ലം ഇല്ല. തനിക്കെന്താ? നിന്റെ കല്യാണം അമ്മമാര് ഒരു 50 വയസ്സിലെ കിളവനായിട്ട് നടത്താൻ പോകുന്നത്. ഇതടി നിനക്ക് കെട്ടേണ്ട നേരെ. എന്താ ഓള് ഇത്രയും ചിന്തിച്ചില്ലേ അമ്മാവനെ പറ്റി? അത് ഞാൻ ഇപ്പൊ എന്തായാലും നിനക്കൊന്നും പറയില്ലേ? നീ എന്തായാലും ചെറുപ്പക്കാരനായിട്ടോ അല്ലെങ്കിൽ എന്തേലും ഗുണ്ടായിസോ അങ്ങനെയുള്ള ആരെങ്കിലും ആയിട്ട് നടത്തുന്നേന്നോ? അതൊക്കെ ആണെങ്കിൽ എത്ര ഭേദമായതാനും. ഇന്നല്ലെങ്കിൽ നാളെ തട്ടിപ്പോവും. അങ്ങേരുമായിട്ട് നിന്റെ കല്യാണം നടത്താൻ പോവും. കല്യാണമല്ല, നിന്നെ അവര് വിൽക്കാൻ പോവാ. പിന്നെ നിന്റെ ഇഷ്ടമാണ് ഇതൊക്കെ. നീ ആ ട്രാവലിംഗ് ഇട്ട് കൂടി നിന്റെ അടുത്തൊക്കെ പറയാൻ വന്ന എന്നെ വേണം പറയാൻ. അതെ, ഞാൻ പോവും. തനിക്കെന്താ? അവരെന്ത് തീരുമാനിച്ചിട്ടുണ്ടോ അത് ഞാൻ സമ്മതിക്കും. അത് തന്നെ പറയുന്ന കാര്യമല്ല. പിന്നെ എൻ്റെ അമ്മയ്ക്കോ ഈ വീട്ടിലുള്ള ആർക്കും ഇല്ലാത്ത കൺസേൺ തനിക്കെങ്ങനെ വന്ന? സാറിന് ഇത്ര കെയർ ചെയ്യുന്നത്? ഞാൻ എൻ്റെ ആരായിന്? നീ എന്റെ ആരല്ല, നീ ആരും കെട്ടിപ്പൊടി. എനിക്കൊന്നുമില്ല. നിന്റെ ലൈഫ് നീ തന്നെ തിരഞ്ഞെടുക്കും. നീ എന്റെ ചെയ്യും. ഒരു കാര്യം ഞാൻ പറയാം, ഇങ്ങനെ ജീവിക്കുന്ന നല്ലത് പോയി ചാവടി നീക്ക. ഒന്നിനും കുളത്തില്ലാതെ വല്ലവന്റെ നെഞ്ചത്ത് കയറാൻ അറിയാം. എന്നാൽ പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കാൻ പഠിക്കണം. അങ്ങനെയൊക്കെയില്ല, പറഞ്ഞിട്ടും കാര്യമില്ല. നീ എന്തേലും ചെയ്യും. നിന്റെ ലൈഫ് നിന്റെ ചോയ്സ്. മിക്കയുടെ കല്യാണം ഏകദേശം അടുത്തെത്തി. അപ്പോ ഇനി അടുത്തത് ശിവയുടെ കല്യാണം നമ്മൾ ഉറപ്പിച്ചിട്ടുണ്ട്. പാടുമോ പ്രിയനൊരാൾ ഇന്നു വന്നുവോ എന്റെ ജാലകത്തിലെ രാത്രി മൈന കാതിൽ മൂളിയോ
ചാന്ത് തൊട്ടില്ലേ നീ ചന്ദനം തൊട്ടില്ലേ കാറ്റു ചിന്നിയ ചാറ്റൽ മഴ ചിലങ്ക കെട്ടിയില്ലേ ചാന്ത് തൊട്ടില്ലേ നീ ചന്ദനം തൊട്ടില്ലേ என்னை கட்டி எழுத்தாய் எழுத்தாய் போதாதென சின்ன சிரிப்பில் ஒரு கள்ளச்சிரிப்பில் என்னை தள்ளிவிட்டு மூடி மறைத்தாய் பேச எண்ணி சில நாள் அருகில் வருவேன் മിഴിയിൽ നിന്നും മിഴിയിലേക്ക് തോണി തുഴഞ്ഞു ഈ പൂവെല്ലാം എവിടെ വെച്ചേക്കുന്നത്? വാ, ഞാൻ എടുത്തരാം. പരിപാല ഹരിദർശരജാല ഭുക്തി മുക്തി ദലീല ഹുദേവ പാല സീതാ കല്യാണ വൈഭോഗമേ രാമ മധുരൈ മണിയനിൽ രാധാ രഹസ്യ മധുരൈ മണിയനിൽ രാധാ രഹസ്യ കാജൈ കണ്ണനിൽ രാധാ രഹസ്യ പാടും പാടും കഥൈ சொல்லும் காதல் சின்ன ஆசை பெரிய ஓசை இசையாவே மாறும் இதயம் ரெண்டும் சேரும் ஒரு புதிய பருவம் பாடும் சின்ன ஆசை பெரிய ஓசை இசையாகும் இந்த திருமண கொண்டாட்டம் நம் குடும்ப ஆர்ப்பாட்டம் உலகத்தையும் வாழும் മോളെ, ദാ ഈ പാലായിട്ട് അങ്ങോട്ട് ചെന്നോ. എന്താ ഭാര്യ അവിടെ നിന്ന് ഇങ്ങ് വാ.
ഇതാരാ ഈ സമയത്ത്? പ്രിയനൊരാൾ ഇന്നു വന്നുവോ എന്റെ ജാലകത്തിലെ എന്താ എന്തിനാ ഇവിടെ വന്നത്? ഞാൻ എന്തിനാ എവിടെ പോണം? ഞാൻ ഇവിടെ അല്ലേ വേണ്ടത്. കാമുകന്റെ വിളി കാത്തിരിക്കും ഒരു കാമുകി പെണ്ണു നീ അരികിലായി വന്നു ചേരാൻ കൊതിയും എന്താ എന്തിനാ ഇങ്ങനെ അടുത്തേക്ക് വരാൻ? വേണ്ട എനിക്ക് വേണമല്ലോ. വേണ്ട, ശരിയല്ല, ഞാൻ പോവാം. നെഞ്ചാകെ നീ എന്റേതാകാനല്ലേ താളം തുള്ളുന്നു. கொஞ்சம் வெயிலுமுண்டு கொட்டுகின்ற பனி உண்டு ரெண்டும் நெருங்கி பழக വേണ്ട, ഇത് തെറ്റാ. இன்று பொழியும் மழை சொட்டு 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 சொட்டாய் மண்ணில் சிதறி வீழுக மேகங்கள் சந்தித்து ஊர்வம்பு பேசிட விண்மீன்கள் கோவித்து ஆங்காங்கே எழுதிட பழைய நேரங்களில் புதிய மலர்கள் புதிய இசையில் பழைய குயில்கள் வானவில்லை தின்றேன் வசந்தமாகி நின்றேன் இது காதல் காலமடி இது காதல் காலமடி என் சகியே இது காதல் காலமடி நெஞ்சுக்குள் எங்கேயோ கேட்கின்ற ராகத்தில் ரகசிய ஆலாபனை ஒரு காதல் வந்துச்சோ ஒரு காதல் வந்துச்சோ ஒரு காதல் வந்துச்சோ ஒரு காதல் வந்துச்சோ என்னை நானே மெல்ல கொஞ்சி എന്താടി നിനക്കെന്താ ഒന്നിനും ഒരു ശ്രദ്ധയില്ലല്ലോ? ആരെ സ്വപ്നം കണ്ടോണ്ടിരിക്കുവാ? ഇല്ല ചെറിയമ്മേ, വേണ്ട. ആ വിക്കിയുടെ കൂട്ടുകാരന് ചായ വേണോ? നീ എടുത്തു കൊടുത്തേ. ഞാനോ? അല്ലാണ്ട് വേറെ ആരേലും ദൈവടി ചായ എടുത്തു കൊടുക്കാൻ? ഇല്ല, ഞാൻ എടുത്തു കൊടുത്തോളാം. എന്താ അല്ലേ? ചോദിച്ചാണ്ട അവസ്ഥയായി. നീ എവിടെയായിരുന്നു? എനിക്കിതുവരെ ചായ കിട്ടിയില്ല. അത് ഞാനിപ്പോ തരാം. അല്ല, നീ എവിടെ പോയിട്ട് വരുവാ? അത് കണ്ണേട്ടൻ എന്താ ചായ കൊടുക്കാൻ? ഓ, നീ കൂടുതൽ കൊടുക്കാൻ നിൽക്കണ്ട, ഞാൻ കൊടുത്തോളാം. മനസ്സിലായി? രണ്ടാഴ്ച കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് 10 ലക്ഷമാണ്. അത് കൂടുതലല്ലേ ചേട്ടാ? അതെ, ഞാൻ അയാളോട് 5 ചോദിച്ചോളൂ. പക്ഷെ അവളെ കണ്ടു കഴിഞ്ഞപ്പോ അയാള് ഇങ്ങോട്ട് വാങ്ങാം 10 തരാണ്. പിന്നെ ഞാൻ തിരികെ പറയാനൊന്നും പോയില്ല. അതെന്തായാലും നന്നായി, ഉള്ളത് ഇന്ന് കിട്ടുമല്ലോ. അല്ലേട്ടാ, ഈ വിക്കിയുടെ കൂടെ ഉള്ള ചെറുക്കൻ കിട്ടിയാണോ? അല്ലെന്നാ തോന്നുന്നത്. നമ്മളുടെ ലച്ചുവിനെ ഒന്ന് ആലോചിച്ച എന്താ എന്നാ ഞങ്ങളൊരു അത് കൊള്ളാലോ. ആ ചെറുക്കന് യുകെയില് ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി ഉണ്ടെന്നാ കേട്ടത്. പിന്നെ ഫാമിലി എല്ലാം ഫുൾ സെറ്റിൽഡ്. അതിൽ ലണ്ടനില്. നമുക്ക് നോക്കാം. ഓ, നോക്കാനൊന്നുമില്ല. എന്റെ മുഖ് എന്താ ഒരു കുറവ്? അവൻ സമ്മതിക്കും. അത് കഴിഞ്ഞ് പിന്നെ എല്ലാം എന്റെ മോടെ കയ്യില്. അങ്ങനെ പറയാൻ വരട്ടെ. നീ ആ ചെക്കനെ
മനസ്സിലാക്കി വെച്ച് ചെറുക്കൻ ഓടെയാണ്. ഒരുപാട് സ്വപ്നം കണ്ട് കൂട്ടിയൊന്നും വേണ്ട. അതെ, അവൻ കുറച്ച് പ്രശ്നമാണ്. അല്ല, നിങ്ങളെന്താ ഡോറ് കുറ്റിയിടാന്? ആരെയും നന്നായിരുന്നല്ലോ. മായയും ശാലിനിയും ഒക്കെ ഇതിനെപ്പറ്റി അറിഞ്ഞ വലിയ പ്രശ്നമാവും. ഓ, അവനെന്ത് ചെയ്യാനാ? അവരെ പേടിക്കണം. അവിടെ കല്യാണ പന്തലിൽ കയറുന്നവരെ ആരും ഒന്നും അറിയാൻ പാടില്ല. അവളുടെ അച്ഛന്റെ വീട്ടുകാര് അവർ സന്തോഷത്തോടെ സുഖിച്ച് ജീവിക്കുക എന്നാ കരുതിയേക്കുന്നത്. അങ്ങനെ അല്ല എന്ന് അറിഞ്ഞാൽ അവർ ഇങ്ങ് വരും. അതുകൊണ്ട് നമ്മൾ അല്ലാതെ മറ്റാരും ഇതിനെപ്പറ്റി അറിയാൻ പാടില്ല. ശിവ, നിന്റെ അച്ഛൻ്റെ വീട്ടുകാരൊക്കെ എവിടാ? അങ്ങനെ ചോദിച്ചാ എനിക്കറിയത്തില്ല. അപ്പൊ നിനക്ക് ഓളെ എവിടെയില്ല? ഇല്ല, നിനക്കറിയാലോ, അമ്മയുടെ കല്യാണം വേറെ ആരുമായിട്ട് ഉറപ്പിച്ചു. ആ സമയത്ത് അമ്മ അച്ഛൻ ഇഷ്ടത്തിലായതുകൊണ്ട് അവർ ചോദിച്ചോടി. അത് കഴിഞ്ഞ് എനിക്ക് 6 വയസ്സാകുന്ന വരെ എല്ലാം വളരെ നന്നായിട്ട് പോയിക്കൊണ്ടിരുന്നത്. അച്ഛൻ ഞങ്ങൾ നന്നായിട്ട് നോക്കി, ഞങ്ങൾക്കെല്ലാം ഉണ്ടായിരുന്നു. അച്ഛൻ്റെ വീട്ടിലും വീട്ടില്ല, അമ്മയുടെ വീട്ടിലും വീട്ടില്ല. പക്ഷെ അച്ഛൻ ഹാർഡ് വർക്ക് ചെയ്ത് അച്ഛൻ്റെതായിട്ടുള്ള ഒരു നിലയും ഞങ്ങൾ താമസിച്ച സ്ഥലത്ത് ഉണ്ടാക്കിയെടുത്തു. അത് കഴിഞ്ഞപ്പോഴാ എല്ലാം തകിടം നടന്നത്. എന്നെ 6 വയസ്സ് കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛൻ പോയി. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നിരുന്നു. പിന്നെ ഉള്ള കാര്യമൊക്കെ ഞങ്ങൾക്കറിയാമല്ലോ. ഇവിടെ അമ്മ എല്ലാവരും ഒരു വേലക്കാരിയായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ശാലിനി ആൻറ്റിയും പിന്നെ നിന്റെ അച്ഛനും അമ്മയും ഉള്ളതുകൊണ്ടാണ് എങ്ങനെയെങ്കിലും പോകുന്നത്. അവർക്ക് മാത്രം ഞങ്ങളോട് ഒരിഷ്ടം ഉണ്ട്. അതെന്താടി എനിക്കില്ലേ? നിനക്കുണ്ട്, പിന്നെ വിക്കേട്ടൻ. ദേ ഇപ്പോൾ എന്നെ പഠിപ്പിച്ചാണെങ്കിൽ പോലും എന്നെക്കാളും പഠിപ്പ് കൂടുതലല്ലേ നിനക്ക്? ഞാൻ +2 വരെ പോയി, നീ അതും കഴിഞ്ഞു പോയി. +2 വരെ പഠിച്ചത് തന്നെ വലിയ മാമൻ കാരണം. നിന്റെ അച്ഛൻ ഇല്ലായെങ്കിൽ ഞാൻ ഇത്രയും പോലും പഠിക്കത്തില്ലായിരുന്നു. വലിയ മാമൻ പഠിക്കണമെന്നും പറഞ്ഞ് ഇത്രയും വാശി പിടിച്ചുകൊണ്ട് +2 വരെ എങ്കിലും എത്തി. ഇനി എന്ത് ചെയ്യാൻ, ഇങ്ങനെയൊക്കെ അങ്ങ് പോകണം. അതൊന്നും സാരല്ലടി, നീ കല്യാണം കഴിക്കത്തില്ലേ? അപ്പോൾ നിന്റെ ചെറുക്കൻ നിന്നെ പഠിപ്പിക്കാൻ ഇട്ടോളും. എന്താ ഈ മുഖത്ത് ഒരു മങ്ങല്? ഒന്നുമില്ലല്ലോ. എന്നെ വാ, നമുക്ക് കഴിക്കാം. അവരെല്ലാം കഴിച്ചോ? നീ ഇപ്പോഴും ഇതൊക്കെ ഇങ്ങനെ ഫോളോ ചെയ്യാതെ എൻ്റെ പൊന്നു മോളെ, നീയായിട്ട് ഇങ്ങനെ താന്ന് കൊടുക്കുന്നോണ്ട് എല്ലാം നിന്റെ തലയിൽ കയറി നിരങ്ങുന്നത്. ആ ലച്ചു, അവള് നിനേക്കാൾ വിളയതാ, എന്നേക്കാൾ വിളയതാ. എന്നിട്ട് എന്ത് അഹങ്കാരമാ! ഒന്നും പറയണ്ട. നീയാ എൻ്റെ അടുത്ത് ഇതേപോലെ വരുന്നില്ലല്ലോ. നീ ഇങ്ങനെ അവൾ എന്ത് പറഞ്ഞാലും കേട്ടോണ്ടിരിക്കുന്നുണ്ട്. അവൾക്ക് ഇത്ര അഹങ്കാരം. എന്ത് ചെയ്യാനാണ്? ഇവിടുത്തെ ആൾക്കാരെ നിനക്കറിയാവുന്നല്ലേ. ഇതിങ്ങനെ സഹിച്ചു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ജീവിതാവസാനം വരെ നീ സഹിക്കത്തേ ഉള്ളൂ. നീ ഇതിനെ എപ്പം പ്രതികരിക്കുന്നോ അങ്ങനെ ഇതല്ലാതെ ഒരെടുക്കുണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് എൻ്റെ മോള് പ്രതികരിക്കാനും പഠിക്കും. ചുമ്മാ ഇവിടെ കിടന്ന് കൊറോണ ചിലക്കുന്ന പോലെയല്ല കേട്ടോടി. നീ പോടി, നിനക്കാൾ മൂത്തല്ല ഞാൻ. എന്നിട്ട് നീ അതിന് ചേച്ചി വിളിച്ചിട്ടുണ്ടോ? അതിപ്പോൾ നമ്മൾ തമ്മിൽ കുറച്ച് വയസ്സിന് വ്യത്യാസമല്ലേ ഉള്ളു. പിന്നെ അതുമല്ല, നമ്മൾ തമ്മിലുള്ള ബോണ്ട് അങ്ങനെയാണോ? നമ്മൾ തമ്മിൽ ഒരു ചേച്ചി അനിയത്തി, അയ്യേ അത് സെറ്റാകത്തില്ല. നമ്മൾ ഇങ്ങനെ നിൽക്കുന്നതാണ് നമുക്ക് നല്ലത്. ശരി ശരി. എല്ലാരും ഇന്നെത്തിയോ? ശിവയുടെ കല്യാണത്തെ പറ്റി സംസാരിക്കാനാണ് ഞാനിപ്പം എല്ലാവരും കൂടെ ഇങ്ങോട്ട് വിളിച്ചു കൂട്ടിയത്. ഈ വരുന്ന 18-ന് കല്യാണം നടത്താം എന്ന എന്റെ തീരുമാനം. അതെങ്ങനെ നടക്കും? നീ ഇതില് തലയിടരുത്. അതെ, നീയുമായിട്ട് ഒരു ബന്ധവുമില്ല ഇതിന്.
ഓ അങ്ങനൊക്കെ അകത്ത് കുറിച്ച് പറയാൻ വരട്ടെ. അല്ല, ഈ ശിവയുടെ ചെറുക്കൻ ആരാ? അത് പിന്നെ നമുക്ക് അറിയാവുന്ന ആൾക്കാരാണോ? അതൊക്കെ ചേട്ടൻ്റെ ഇഷ്ടം പോലെ. ചേട്ടൻ എൻ്റെ മോടെ കരിയർ നടത്താം എന്ന് പറഞ്ഞില്ലേ, അങ്ങനെ എനിക്ക് വലിയ സന്തോഷം. അന്ന് ചേട്ടൻ എൻ്റെ കല്യാണം നടത്തി തീരുമാനിച്ചപ്പോൾ അതിന് സാഹചര്യം ഉണ്ടായില്ലല്ലോ. അതിപ്പോൾ എൻ്റെ മോളിലൂടെ വീടാൻ പറ്റുമെങ്കിൽ അങ്ങനെ. എന്തായാലും ചേട്ടന് ഇഷ്ടം പോലെ, ഞങ്ങൾക്ക് എതിരഭിപ്രായം ഒന്നുമില്ല. അതെ, എല്ലാവർക്കും പിരിഞ്ഞു പോവാം. എനിക്ക് സമ്മതമല്ല. നീ എന്താ പറയുന്നത്? നീ എന്താ നീ പറഞ്ഞ? തൊട്ട് പോകരുത് അവളെ. അത് പറയാൻ നീ ആരാടാ? ഇവളിലിപ്പോ ആർക്കെങ്കിലും അവകാശം ഉണ്ടെങ്കിൽ അത് എനിക്ക് മാത്രമാണ്.